അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഫ്രൂട്ട് സാലഡ് ആണ്. അതിന് പഞ്ചസാര വേണ്ട, പാല് വേണ്ട, കസ്റ്റേർഡ് പൗഡർ വേണ്ട, ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട് സാലഡ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും ഫ്രൂട്ട്സ് ഇതായി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിട്ടുള്ളത്. മുന്തിരിയൊക്കെ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ടിട്ട് എടുക്കാം. മുന്തിരി, ആപ്പിള് എല്ലാം കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിള് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും മാതളങ്ങ നമുക്ക് അല്ലികളായിട്ടും പിന്നെ മുന്തിരി റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവൻ പഴമാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. നല്ല പഴുത്തിട്ടുള്ള 2 മീഡിയം സൈസിലുള്ള റോബസ്റ്റ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പച്ചമുന്തിരി കട്ട് ചെയ്തെടുത്തതാണ്. 1 കപ്പ് കറുത്ത മുന്തിരി കട്ട് ചെയ്തെടുത്തതാണ്. 1 കപ്പ് സ്ട്രോബെറി കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ പഴം കട്ട് ചെയ്തത് 2 പഴം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ആപ്പിൾ കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ചെറിയ ആപ്പിളാണ്, വലിയ ആപ്പിളാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 ഈന്തപ്പഴം കുരുവെല്ലാം മാറ്റിയിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർക്കാം. ഇത് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു മാതളങ്ങയുടെ അല്ലികൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി. കുറച്ച് ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. എല്ലാം 1/2 കപ്പ് വീതം എടുത്താൽ മതിയാവും. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബദാം ചേർക്കാം. കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ കയ്യിൽ ബദാമും കശുവണ്ടി പരിപ്പും ഉള്ളത് കൊണ്ട് അത് ചേർക്കുന്നേ ഉള്ളൂ. പിന്നെ പിസ്ത ചേർക്കാം. നിലക്കടല മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിലക്കടല കുറച്ച് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ചേർക്കാം. അപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഡ്രൈ നട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തിട്ട് തന്നെ ചേർക്കുക. എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്ന് പൊടിഞ്ഞും കിട്ടുള്ളൂ. അപ്പം നല്ലതുപോലെ ഇതാ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് നിറം മാറരുത്, ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പം ചൂടാണ്, ചൂട് മാറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലതുപോലെ കശുവണ്ടിപ്പരിപ്പിൻ്റെയും അതുപോലെ തന്നെ ബദാമിൻ്റെ ചൂട് മാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് അങ്ങ് ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തരികളായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ചെറിയ ചെറിയ തരികളായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ക്രീമിനായിട്ട് എടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 250 ml ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഫ്രീസറിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പോൾ ഫ്രഷ് ക്രീം ഇതാ മുഴുവനും ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ വൈറ്റ് വാനില എസൻസ് ഉണ്ട്, അത് വേണമെങ്കിലും എടുക്കാം. ഈ ഒരു കളർ വേണമെങ്കിലും എടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്ററിൽ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പതപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി ഒരു നല്ല സോഫ്റ്റായിട്ട് വരും. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് സോഫ്റ്റായി പതഞ്ഞ് വരും. ഇതുപോലെ കുറച്ച് ക്രീമി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റേർഡ് പൗഡറിൻ്റെ ആവശ്യമില്ല, കസ്റ്റേർഡ് കാച്ചേണ്ട ആവശ്യമില്ല, പഞ്ചസാരയില്ല. പെട്ടെന്ന് സിമ്പിളായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്
ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കുട്ടികൾക്കായാലും നമുക്ക് ഈ ഫ്രൂട്ട് സാലഡ് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സ് ഇല്ലേ, അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നിലക്കടല പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്ത് രണ്ടും ചേർക്കുമ്പോഴാണ്. ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിലൊക്കെ നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതെല്ലാം കൂടിയിട്ട് ആ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിലും മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഫ്രൂട്ട് സാലഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൽ ഈ ഫ്രൂട്ട് സാലഡ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു ബൗൾ കഴിച്ചാൽ മാത്രം മതി. നമ്മുടെ ക്ഷീണവും തളച്ചിയും ദാഹമൊക്കെ മാറി വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വീട്ടിലുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫ്രൂട്ട് സാലഡ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്